അനന്തനാകെ തലപെരുക്കുന്ന പോലെ തോന്നി. എല്ലാ ടീച്ചേഴ്സിനെയും വിളിച്ചു. ആരും ഭദ്രയെ കണ്ടിട്ടില്ല. സമയം സദ്യ മയങ്ങി. അനന്തൻ നേരെ വീട്ടിലേക്ക് ചെന്നു. ഉള്ളിലേക്ക് കയറാതെ ഉമ്മറത്ത് നിലത്ത് അവനിരുന്നു. ശങ്കരനും വിഷ്ണുവും പുറകെ തന്നെ എത്തിയിരുന്നു. കൂടാതെ സത്യം വിലാസിനെയും മിഥിലയും കാര്യം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. അനന്തൻ പടിയിൽ തന്നെ ഇരിപ്പാണ്. എല്ലാം താർന്ന മട്ടിലുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോഴേ മിഥി വല്ലാതായി. എന്തിനാ അവളെ ഇത്ര പ്രണയിക്കുന്നേ? മനസ്സിൽ ഒരുപാട് വട്ടം ചോദിച്ചതാണ്. അവൾക്ക് വേണ്ടി മനുഷ്യൻ ഒരുങ്ങുന്നത് സഹിക്കുന്നില്ല. അവളെ ഇല്ലാതാക്കാനാ തോന്നിയത്. ദേവ്മാഷ് പറഞ്ഞതുകൊണ്ട് മാത്രം ജീവനോടെ വിട്ടു. ജാനുവമ്മ ഉമ്മറത്തെ ലൈറ്റിട്ടു. വിയർത്ത് കുളിച്ചിരിക്കുന്ന ആനന്ദനെ അവർ സങ്കടത്തോടെ നോക്കി. അവൻ താഴേക്ക് മാത്രം നോക്കിയിരിക്കുന്നുണ്ട്. മിഥി അവനെ സംശയത്തോടെ നോക്കി. ആ ഇരിപ്പിലും ഒരു അഴക് തന്നെയാണ്. നിരാശനായ മുഖത്തും തെളിയും ഒരു പൗരുഷം. മാമി, ആർക്കൊക്കെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ശങ്കരൻ അവൻ്റെ വിളി കേട്ട് തിരിഞ്ഞു. എന്താ മോനെ? ഇന്ന് ദേവ് വന്നിരുന്നു സ്കൂളിൽ. ഒന്ന് വിളിച്ചു നോക്ക്. മിഥി ഞെട്ടി. അവൾ ഉമിനീരിറക്കി അനന്തനെ നോക്കി. ശങ്കരൻ തലയാട്ടി ഫോണെടുത്ത് ആരെയോ വിളിച്ചു. പിന്നെ ഓടി വന്ന് അനന്തന് ഫോൺ കൊടുത്തു. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ലളിത ടീച്ചറാ? അനന്തൻ ഫോൺ വാങ്ങി. ഹലോ. ആ അനന്ത, ദേവ് ഇന്ന് ലീവായിരുന്നു. പക്ഷേ അവൻ ഉച്ചയ്ക്ക് വെപ്രാളപ്പെട്ട് വന്നിരുന്നു. ടീച്ചേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വഹിക്കുന്ന റൂമിൽ ചുറ്റിത്തിരിയുന്ന കണ്ടു. ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞ് ആൾ വേഗം പോവുകയും ചെയ്തു. കയ്യിൽ എന്തോ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ലളിത ടീച്ചർ പറഞ്ഞതും അനന്തൻ ഫോൺ കട്ടാക്കി എഴുന്നേറ്റു. നേരെ ബുള്ളറ്റ് എടുത്ത് പുറത്തേക്ക് പായിച്ചു. അവനാണിത് ചെയ്തതെങ്കിൽ അവൻ്റെ വീട്ടിൽ എന്തായാലും ഉണ്ടാകില്ല. ദേവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ വീട് പുറത്തു നിന്ന് പൂട്ടിയിരുന്നു. അനന്തൻ ദേവിൻ്റെ ഫോണിൽ വിളിച്ചു. സ്വിച്ച് ഓഫാണ്. അവൻ വേഗം വിഷ്ണുവിനെ വിളിച്ചു. ദേവിൻ്റെ ഫോൺ അവസാനം ഓണായ ടവർ നോക്കാൻ പറഞ്ഞു. അനന്തൻ മംഗലാപുരത്തുള്ള അഭിയെ ഹരിയും വിളിച്ചു. അവർ വേഗം എത്താമെന്ന് പറഞ്ഞു. ദേവ് പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ അനന്തൻ പോയെങ്കിലും നിരാശയായിരുന്നു ഫലം. കുറച്ചു കഴിഞ്ഞപ്പോൾ വിഷ്ണു വിളിച്ചിരുന്നു. ദേവിൻ്റെ ഫോൺ അവസാനം ഓണായത് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അനന്തൻ വേഗം ബുള്ളറ്റ് എടുത്തു. മംഗലത്തുകാരുടെ പഴയ മില്ലിനടുത്താണ് ടവർ കാണിച്ചത്. അവിടെ തന്നെയായിരിക്കും അവൻ. ആർക്കും സംശയം തോന്നാത്ത സ്ഥലത്ത്. ഇവിടെ നിന്ന് വെറും 17 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ട് എത്താം. പക്ഷേ അതുവരെ ഭദ്ര സേഫായിരിക്കുമോ? ഭദ്ര അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമോ? മാക്സിമം സ്പീഡിൽ പോയിട്ടും ബുള്ളറ്റിന് വേഗതയില്ലാത്ത പോലെ തോന്നി അനന്തന്. മില്ലിലേക്ക് പോകും വഴി ഇരുട്ട് കൂടി വന്നിരുന്നു. പഴയ മില്ല് ആയതുകൊണ്ട് ചെറുതായി കാട് കയറിയിരുന്നു. അനന്തൻ ബുള്ളറ്റ് ഓഫ് ചെയ്ത് ഫോണിൻ്റെ ടോർച്ച് ഓണാക്കി ഉള്ളിലേക്ക് നടന്നു. മുമ്പിലെ ഷട്ടർ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. അനന്തൻ മില്ലിൻ്റെ പുറകുവശത്തേക്ക് നടന്നു. പുറകുവശത്തെ ചെറിയ ഷട്ടർ തുറന്നിട്ടുണ്ട്. പോരാത്തതിന് ചെറിയ വെളിച്ചവും. അനന്തൻ മില്ലിനുള്ളിലേക്ക് കയറി. ബൾബിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവൻ ചുറ്റും നോക്കി. ഒരു ബെഞ്ച് കിടക്കുന്നുണ്ട്. അതിൽ ഭക്ഷണവും ക്ലോറോഫോമും കുറച്ച് പഞ്ഞിയും ഒരു ബാഗും. ബൾബിന് താഴെ കസാരയുടെ അടുത്ത് 2 കാലുകൾ കണ്ട് അവൻ ടോർച്ച് ഓണാക്കി അങ്ങോട്ട് ചെന്നു. ആരോ കമിഴ്ന്ന് കിടക്കുന്നു. അനന്തൻ വേഗം അയാളെ മലർത്തി കിടത്തി. ദേവ്. അനന്തൻ ഞെട്ടലോടെ അവനെ വിളിച്ചു. ദേവ് കണ്ണുകൾ തുറക്കാത്തത് കണ്ട് അനന്തൻ അവനെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു. ദേവ് മെല്ലെ കണ്ണുകൾ തുറന്നു. അനന്തനെ കണ്ടതും അവൻ ചിരിക്കാൻ തുടങ്ങി. ഭ്രാന്തമായി ചിരിക്കാൻ തുടങ്ങിയതും അനന്തൻ അവനെ വിട്ട് എഴുന്നേറ്റു. അനന്തൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അവൾ പറഞ്ഞിരുന്നു നീ വരുമെന്ന്. ദേവ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അനന്തൻ അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അവളെവിടെടാ? അനന്തൻ അലറിക്കൊണ്ട് ചോദിച്ചതും ദേവ് പൊട്ടിച്ചിരിച്ചു. അനന്തൻ കൈവിട്ട് അവനെ സംശയത്തോടെ നോക്കി. ദേവ് പഴയ ദേവായി മാറിയിരിക്കുന്നു. അന്നത്തെ അതേ 15കാരൻ. എനിക്ക് വേദനിച്ചാൽ ഞാൻ പറയുമെന്ന് നീ കരുതുന്നുണ്ടോ? നിനക്കറിയില്ലേ നന്ദു, നിന്റെ ദേവ് എങ്ങനെയാണെന്ന്. എത്ര വേദന സഹിക്കും? അനന്തൻ നിരാശയോടെ തിരിഞ്ഞു. ശരിയാണ്, ദേവ് എത്ര വേദനയും സഹിക്കും. തനിക്ക് അനുഭവമുണ്ട്. അവൻ മുഷ്ടി ചുരുട്ടി ബെഞ്ചിലിടിച്ചു. പെട്ടെന്നാണ് ബാഗിൽ നിന്ന് ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത്. അനന്തൻ തിരിഞ്ഞു നോക്കിയതും ദേവ് കസാര പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനന്തൻ വേഗം ബാഗിനുള്ളിൽ നിന്ന് ഫോൺ എടുത്തു. അവൻ ഞെട്ടി. ഫോൺ ബെല്ലടിക്കുന്ന കേട്ട് അവൾ സിസ്റ്റത്തിൽ നിന്ന് മുഖമുയർത്തി. ഫോൺ എടുത്ത് നോക്കി. ഭവ്യാണ്. അവൾ പുഞ്ചിരിയോടെ ഫോണെടുത്ത് അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. എന്താ മോളെ? ചേച്ചി, ആനന്ദേട്ടൻ ഇവിടെ വന്നിരുന്നു. ഭദ്ര ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. എന്നിട്ട് ഭവ്യ ഉണ്ടായതെല്ലാം പറഞ്ഞു. ഭദ്ര ഫോൺ കട്ടാക്കി. അവൾ അരികിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. അവൾ എന്താണെന്ന് പുരികമുയർത്തി. ഭദ്ര ഒന്നുമില്ലെന്ന് തല വിലങ്ങനെയാട്ടി. ആനന്ദേട്ടൻ എന്നെങ്കിലും തന്നെ തേടി വരുമെന്ന് ഉറപ്പായിരുന്നു. ഭദ്രയ്ക്ക് ചെറിയ ഭയം തോന്നി. അന്ന് ഇരുട്ടിൽ ദേവിനെ പേടിച്ച് എല്ലാവരിൽ നിന്നും ഒളിച്ചോടിയ ഭദ്രയല്ലേ ഇന്ന്. രൂപത്തിലും ഭാവത്തിലും മാറ്റം വന്നിരിക്കുന്നു. സ്ട്രെയിറ്റ് ചെയ്ത മുടി പുറകിലേക്കാക്കി ഫോണിൽ നിന്നും സിം ഉരുമാറ്റിയിട്ടിരിക്കുന്ന ജീൻസിൻ്റെ പോക്കറ്റിലേക്ക് ഫോൺ തിരുകി. മുംബൈയിലെ പ്രശസ്തമായ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ റിസപ്ഷനിസ്റ്റാണ് ഭദ്ര ഇപ്പോൾ. അന്ന് ദേവ്മാഷിൻ്റെ കൂടെ പോരുമ്പോൾ കരുതിയില്ല തനിക്ക് വരാനിരിക്കുന്ന വിധി. ഭദ്രയുടെ കണ്ണുകൾ കോപത്താൽ നിറഞ്ഞു. അനന്തൻ ഹരിയുടെ വീട്ടിലായിരുന്നു.
ബാംഗ്ലൂരാണ് അവൻ്റെ വീട്. ഭവ്യയുടെ കൂടെ കഴിഞ്ഞ ദിവസം ബദ്രിയെ കണ്ടുവെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഫോട്ടോയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ഇറങ്ങി തിരിച്ചത്. ടെറസിന് മുകളിൽ നിന്ന് ഓരോന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു. ആലോചിക്കാൻ ഒന്നും മറന്നിട്ടില്ല. ഇന്നും കൺമുന്നിൽ തന്നെയുണ്ട്. ഹരി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ബദ്രിയെ തന്നെയാണ് കണ്ടത്. ആനന്ദേട്ടാ. ആനന്ദൻ പെട്ടെന്ന് തിരിഞ്ഞു. വിഷ്ണുവാണ്. എന്താടാ? ആനന്ദൻ സിഗരറ്റ് ചുണ്ടോട് ചേർത്തു. നമ്മൾ വന്ന് പോയ ശേഷം ഭവ്യ 2 കോൾ ചെയ്തിട്ടുള്ളൂ. അത് രണ്ടും മുംബൈയിലേക്കാണ്. വിളിച്ച നമ്പർ ആരുടെയാണെന്ന് അന്വേഷിച്ചോ? ഏതോ പൂജ. 2 നമ്പറും ആ പേരിൽ തന്നെയാണ്. അപ്പോൾ അടുത്ത അന്വേഷണം മുംബൈയിലേക്ക്. വിഷ്ണു, ഞാനും നീയും മാത്രം മതി. വേഗം റെഡിയായിക്കോ. ഇപ്പോൾ തന്നെ ഇറങ്ങണം. ശരിയേട്ടാ. വിഷ്ണു വേഗം തിരിഞ്ഞു നടന്നു. ഐ ആം കമ്മിങ് മൈ ഡിയർ വൈഫ്. ആനന്ദം പോയോതിക്കൊണ്ട് ചിരിച്ചു. നിമിഷ നേരം കൊണ്ട് അവൻ്റെ ചിരിച്ച മുഖം മാറി ഗൗരവമായി. അവൻ മീശ പിരിച്ചു. കൈവരി പിടിച്ച അവൻ്റെ കൈകൾ ഒന്നുകൂടെ മുറുകി. മുംബൈ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നേരമേറെ ഇരുട്ടിയിരുന്നു. ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഷ്ണു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നു. അവിടേക്കാണ് നേരെ പോയത്. ഒരു സിംഗിൾ ബെഡ് റൂമായിരുന്നു. എത്തിയ ഉടനെ വിഷ്ണു കുളിക്കാൻ കയറി. അനന്തൻ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി. ഇരുട്ടിൽ മുംബൈ നഗരം വല്ലാതെ മനോഹരമായിരിക്കുന്നു. ഇവിടെ എവിടെയോ തൻ്റെ ബദ്രിയുണ്ട്. ഇരുട്ടിൽ ഒറ്റയ്ക്ക് തനിച്ച് പുറത്തിറങ്ങാത്തവൾ ആണ് ഇത്രയും വലിയ നഗരത്തിൽ താനില്ലാതെ ഒറ്റയ്ക്ക്. അനന്തനൊന്ന് ചിരിച്ചു. ഉടനെ തന്നെ അവളെ കണ്ടുപിടിക്കണം. മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി. എവിടെ എങ്ങനെയൊക്കെ അന്വേഷിക്കണമെന്ന്. ബദ്രിയെ കണ്ടുപിടിക്കുന്നത് വീണ്ടും കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല. അവളില്ലാതെ തനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാലും ബദ്രി കൂടെ വരുമെന്ന് ഉറപ്പില്ല. ആദ്യം അവളോട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കണം. അവളെ അവിശ്വസിച്ചതിന്. ഭദ്ര പറഞ്ഞത് അന്നേ കേട്ടിരുന്നെങ്കിൽ. അന്ന് ദേവിനെ കാണാൻ ചെല്ലുമ്പോൾ ആ ഓർമ്മയിൽ അനന്തൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. അപ്പോൾ ദേവിൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കരുതിയില്ല ഇത്ര വലിയ ചതി. അതും ദേവിൻ്റെ പ്ലാൻ എന്തെങ്കിലും ആണെന്ന് കരുതി. എന്നാൽ ഡോക്ടർ മിഥില എന്ന് വന്ന കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തപ്പോൾ കേട്ടത് സത്യമാവതിയെന്ന് എന്നായിരുന്നു. പക്ഷേ ആനന്ദേട്ടൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അവൾക്ക് ആ മരുന്ന് കൊടുത്തോ? ഹലോ. വീണ്ടും മിഥിയുടെ ശബ്ദം. ആനന്ദിൻ്റെ കൈകൾ വിറച്ചിരുന്നു. അവൻ തിരിഞ്ഞു നോക്കി. ദേവ് കസാരയെ പിടിച്ച് എഴുന്നേറ്റ് നിന്നു. ചോര ഒലിക്കുന്ന മുഖത്തും അവൻ്റെ ആ ചിരി. ആനന്ദനൊന്നും മിണ്ടാതെ ദേവിനെ തൂക്കിയെടുത്ത് ബുള്ളറ്റ് എടുത്തു. ദേവ് വളരെ അവശനായിരുന്നു. ബുള്ളറ്റിൽ ആനന്ദിൻ്റെ പുറകിൽ ചാരിയിരിക്കുമ്പോഴും ബദ്രിയെക്കുറിച്ച് എന്തൊക്കെയോ അവൻ പുലമ്പുന്നുണ്ടായിരുന്നു. ആനന്ദന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. പെങ്ങളെപ്പോലെ കരുതിയവൾ. ഇടയ്ക്ക് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിളിലൂടെ ഒഴുകി. മേലെടുത്ത് എത്തുമ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ട് എല്ലാവരും ഉമ്മറത്തേക്ക് വന്നിരുന്നു. ബുള്ളറ്റ് നിർത്തിയപ്പോൾ തന്നെ ദേവ് മറിഞ്ഞു വീണു. ആനന്ദൻ എല്ലാവരെയും നോക്കി. മിഥി മാത്രമില്ല. മിഥി. അവനകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. മിഥി കയ്യിൽ ഫോണും പിടിച്ച് സംശയത്തോടെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും ആനന്ദൻ നിലത്ത് വീണ് കിടക്കുന്ന ദേവിൻ്റെ ഷർട്ടിൽ പിടിച്ചെടുത്ത് അവളുടെ മുമ്പിലേക്ക് തള്ളി. മിഥിയുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. അവളെ ഉമിനീരിറക്കി എല്ലാവരെയും നോക്കി. എന്താ അനന്ത, എന്താ ഇതൊക്കെ? ദേവ് മാഷിനെ എന്തിനാ? മാഷിനെ എടുക്കാൻ തുനിഞ്ഞതും അനന്തൻ അലറി. തൊട്ടു പോവരുത്. ഇവളോട് ചോദിക്ക്. ഇവൾക്കറിയാം ഇവളെ ഇവനും ചേർന്ന. ബാക്കി പറയാതെ ആനന്ദൻ കിതച്ചു. എന്താ മിഥി ഇതൊക്കെ? എനിക്കൊന്നും അറിയില്ല. ബദ്രി ഇയാളുടെ ഒപ്പം ഒളിച്ചോടിപ്പോയതാ. അവള്. ബാക്കി പറയും മുമ്പ് അവൾ കവിളിൽ അടികിട്ടി വീണിരുന്നു. അവിടെ നിന്ന് അവളെ എഴുന്നേൽപ്പിച്ച് വീണ്ടും 2 കവിളിലും ആനന്ദം മാറി മാറി തല്ലി. വിലാസിനിയും സത്യവും വിഷ്ണുവും ആനന്ദനെ പിടിച്ചു മാറ്റുന്നുണ്ടെങ്കിലും അവൻ്റെ കൈക്കരുത്തിൽ ആർക്കും ഒന്നിനും കഴിഞ്ഞില്ല. ശങ്കരൻ ഒന്നും മിണ്ടാതെ മാറി നിൽക്കുന്നത് കണ്ട് വിലാസിനിക്ക് ദേഷ്യം വന്നു. അവർ ശങ്കരൻ്റെ അടുത്തേക്ക് വന്നു. നമ്മുടെ മോളെ തല്ലുന്നേ കണ്ടില്ലേ? നിങ്ങളൊന്ന് പറയ്. എന്താ പറയണ്ടേ? അവൻ അവളെ തല്ലാനുള്ള അവകാശമുണ്ട്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? വിലാസിനി കണ്ണീർ തുടച്ചുകൊണ്ട് ആനന്ദൻ്റെ അടുത്തേക്ക് ചെന്നു. തല്ലല്ലേ അനന്ത. അവൾ നിന്റെ അനിയത്തിയ. അങ്ങനെ തന്നെയല്ലേ അമ്മായി ഞാൻ ഇവളെ കണ്ടത്? ആനന്ദൻ അവളുടെ മുടിയിൽ കൂട്ടിപ്പിടിച്ചു. അതല്ല അനന്ത, അവൾ നിന്റെ സ്വന്തം അനിയത്തിയ. ഒരേ അച്ഛൻ്റെ മക്കൾ. വിലാസിനി കരച്ചിലോടെ പറഞ്ഞതും തല ഉയർത്തിയ ആനന്ദൻ്റെ കൈകൾ നിശ്ചലമായി. അവൻ വിലാസിനിയെ സംശയത്തോടെ നോക്കി. സത്യമായിട്ടും അവൾ നിന്റെ അനിയത്തിയ, സ്വന്തം ചോര? വിലാസിനി കരഞ്ഞു പറഞ്ഞപ്പോൾ ആനന്ദനും മിഥിലയും ഞെട്ടലോടെ ശങ്കരനെ നോക്കി. അയാൾ കുറ്റബോധത്തോടെ തലതാഴ്ത്തി നിൽപ്പുണ്ട്. അടികൊണ്ട് തിണർത്ത കവിളുകളിലൂടെ ഒഴുകുന്ന കണ്ണീര് തുടച്ച് മിഥി പാവപ്പോടെ ശങ്കരൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഈ കേട്ടത് ശരിയാണോ അച്ഛ? അവൾ ശങ്കരൻ്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. അയാൾ തലതാഴ്ത്തി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. കേട്ടതെല്ലാം സത്യമാ. അംബികയുടെയും ഏട്ടൻ്റെയും മകനാണ് അനന്തൻ. നിങ്ങളുടെ എല്ലാം വല്യേട്ടൻ. സത്യ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞതും അനന്തൻ തളർന്നിരുന്നു. അല്ല, എല്ലാവരും നുണ പറയാ. മിഥി ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ പറഞ്ഞു. സത്യ ഒന്ന് ചിരിച്ചു. അവർ കൈയെത്തിച്ചു ചുമരിലിരുന്ന അംബികയുടെ ഫോട്ടോ എടുത്തു. അത് ചുമരിൽ ആഞ്ഞടിച്ച് പൊട്ടിച്ചു. ശങ്കരൻ ഒഴികെ ബാക്കി എല്ലാവരും ഞെട്ടി.
സത്യ അമ്പയുടെ ഫോട്ടോ എടുത്തു മാറ്റി. അതിന് പുറകിലെ ഫോട്ടോ അനന്തനെ കാണിച്ചു. അമ്പയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ശങ്കരൻ ആനന്ദ തളർച്ചയോടെ നിലത്തേക്കിരുന്നു. മീതി അത് കണ്ട് ഞെട്ടലോടെ ചുമരിലേക്ക് ചാരി. ഇത്രയും വർഷം ഹൃദയത്തിൽ കൊണ്ടു നടന്ന ആൾ സ്വന്തം സഹോദരനാണെന്നോ? മീതിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. അവൾ തല പൊത്തിപ്പിടിച്ച് നിലത്തേക്കിരുന്നു. മോനെ. തകർന്നിരിക്കുന്ന ആനന്ദന്റെ തോളിൽ ശങ്കരൻ കൈവച്ചു. ആനന്ദൻ അങ്ങനെ തന്നെ ഇരുന്നു. ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ദേവ് നിലത്ത് നിന്ന് വേച്ചു വെച്ച് എഴുന്നേറ്റത്. അവനെ കണ്ടതും ആനന്ദന്റെ ശ്രദ്ധ മാറി. ആനന്ദൻ എഴുന്നേറ്റ് ദേവിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. പറയടാ, ഭദ്ര എവിടെ? നീയൊക്കെ കൂടി അവളെ എന്താ ചെയ്തത്? അവസാനം പറഞ്ഞപ്പോൾ അവന്റെ ശബ്ദം ഇടറിയിരുന്നു. ഞാനല്ല, അവൾ ആ കുഞ്ഞിനെ കൊല്ലാൻ മരുന്ന് തന്നത്. ഭദ്ര അത് കഴിക്കുകയും ചെയ്തു. ദേവ് തളർച്ചയോടെ പറഞ്ഞപ്പോൾ ആനന്ദൻ ഞെട്ടലോടെ അവന്റെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. മിതി ഞെട്ടി ആനന്ദനെ നോക്കി. അവൾ ഓടി ആനന്ദന്റെ കാലിൽ പിടിച്ചു. അറിയില്ലായിരുന്നു ഏട്ടാ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ കാലിൽ ഇറുകിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ആനന്ദൻ കാല് ബലമായി വെടിവെച്ച് ആരോടൊന്നും പറയാതെ ഉള്ളിൽ കയറി കതകടച്ചു. ഏട്ടാ, കുളിക്കുന്നില്ലേ? വിഷ്ണു തോളിൽ കൈവച്ചപ്പോഴാണ് ചിന്തകൾ വെടിഞ്ഞത്. ആനന്ദനൊന്ന് മൂളി അവൻ തോർത്തുമെടുത്ത് കുളിക്കാൻ കയറി. ഷവർ ഓൺ ചെയ്ത് അതിന് താഴെ നിൽക്കുമ്പോഴും ആനന്ദന് വീണ്ടും ഓർമ്മകൾ ഓടിയെത്തി. സത്യമെല്ലാം അറിഞ്ഞതിനു ശേഷം ആരോടും മിണ്ടാതെ മേലെടുത്ത് തന്നെയിരുന്നു. സത്യ അമ്മായി വന്ന് നിർബന്ധപൂർവ്വം സത്യങ്ങൾ പറഞ്ഞതോടെയാണ് അച്ഛൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞത്. അതുവരെ അച്ഛൻ എന്ന വാക്ക് പോലും വെറുപ്പായിരുന്നു. നിരാശമായി മദ്യത്തെ അഭയം തേടി അപ്പോഴും മംഗലാപുരത്തുള്ള ഫ്രണ്ട്സ് എത്തിയിരുന്നു. പിന്നെ അങ്ങോട്ട് ഭദ്രയെ തിരിച്ചില്ലായിരുന്നു. കേരളം, തമിഴ്നാട്, എല്ലായിടെയും. അതിനിടയ്ക്കും ഭദ്രയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ദിവസങ്ങൾ വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. ഭക്ഷണത്തോട് വിരക്തി തോന്നിയത് അന്ന് മുതലാണ്. അവൾ പോയപ്പോൾ മുതൽ ജീവൻ നിലനിർത്താൻ മാത്രം കഴിക്കുന്നു. ഓരോന്ന് സമയത്ത് അവളെ ഓർത്തിറങ്ങി ഓടാൻ തോന്നും. അന്ന് അഭയം തേടുന്നത് മദ്യത്തിലാണ്. ഹരി വിളിച്ചു പറഞ്ഞപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഓടി വന്നതും അതുകൊണ്ടാണ്. കഴിഞ്ഞില്ലേ ഏട്ടാ? ആ. ആനന്ദൻ തലതോർത്തിക്കൊണ്ട് ഇറങ്ങി. വിഷ്ണു അപ്പോഴേക്കും ഭക്ഷണം ഓർഡർ ചെയ്തിരുന്നു. അവൻ്റെ കൂടെ കഴിക്കാനിരുന്നു. ഒന്നും ശരിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അവളെ കാണാൻ പറ്റുമെന്നുള്ള അമിത സന്തോഷമാണ് അതിന് കാരണം. വിഷ്ണു ശ്രദ്ധിക്കുന്ന കണ്ടപ്പോൾ അവൻ വേഗം കഴിച്ച് എഴുന്നേറ്റു. അവസാനം സിമ്മ് ആക്റ്റീവായ ടവറുള്ള സ്ഥലത്ത് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. ഹോട്ടൽ, ഹോസ്പിറ്റൽ, IT കമ്പനി, എല്ലാവിടെയും രാവിലെ മുതലുള്ള തിരച്ചിലാണ്. നിരാശയായിരുന്നു ഫലം. ഏട്ടാ, അതാ നോക്ക്. ആൾക്കൂട്ടത്തിൽ മെലിഞ്ഞ് സാരി ഉടുത്തൊരു പെൺകുട്ടി. അവൾ മുടി മുഴുവനായും പിന്നിയിട്ടിരിക്കുന്നു. അത് ഭദ്രയല്ലേ? വിഷ്ണു തിരിഞ്ഞു നടക്കുന്ന പെൺകുട്ടിയെ ചൂണ്ടി. അല്ല. ആനന്ദൻ അലസമായി നോക്കിയിട്ട് മുഖം തിരിച്ചു. അത് തന്നെയാ നോക്കേട്ടാ, വിഷ്ണു ഉറപ്പിച്ചു. ആനന്ദൻ അതിന് ചിരിച്ചിട്ട് വിഷ്ണുവിനെ നോക്കി. എൻ്റെ ഭദ്ര അത്രയ്ക്ക് പൊട്ടിയല്ലേടാ. ഒരിക്കൽ എന്തായാലും ഞാൻ അവളെ തേടി കണ്ടുപിടിക്കുമെന്ന് അവൾക്കറിയാം. അപ്പോഴും ഞാൻ തിരിച്ചറിയാൻ പാകത്തിന് ഇതുപോലൊരു നാട്ടിൽ അവൾ സാരി ഉടുത്ത് നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഭദ്ര ഒരുപാട് മാറിയിട്ടുണ്ടാവും, അവളുടെ വേഷത്തിലും ഭാവത്തിലും, ആനന്ദൻ പറഞ്ഞു. ആനന്ദേട്ടനെ പോലെയല്ലേ? ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ജീൻസും ധരിച്ചു നിൽക്കുന്ന ആനന്ദൻ നോക്കി വിഷ്ണു പറഞ്ഞു. ആനന്ദൻ അത് കേട്ട് ചിരിച്ചു. വിഷ്ണു ചിരിച്ചുകൊണ്ട് അലസമായി തലതിരിച്ചതും ഞെട്ടി. അവൻ അങ്ങോട്ടുള്ള നോട്ടം മാറ്റാതെ ആനന്ദനെ കൈകൊണ്ട് തോണ്ടി. എന്താടാ? ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന ആനന്ദൻ അവൻ തോണ്ടുന്ന കണ്ട് വിഷ്ണു ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി. അവൻ്റെ ശ്വാസം വിലങ്ങി.